ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് അതിൽ ഭാഗം 1 അവതരിപ്പിച്ചത്. ഇന്ന് ഭാഗം 2 അതിൻ്റെ ബാക്കി വിവരങ്ങൾ അവതരിപ്പിക്കുകയാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1 ഇപ്പോൾ കേരളത്തിന് 14 ജില്ലകളാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവയാണവ. എന്നാൽ കേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന സമയത്ത് കേരളത്തിന് 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. അത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിവയായിരുന്നു. നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്, ചെറുത് ആലപ്പുഴയും. എന്നാൽ കുറച്ചു കാലം എറണാകുളമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. 1997 മുമ്പ് ഇടുക്കിയായിരുന്നു ഏറ്റവും വലിയ ജില്ല. എന്നാൽ 1997 ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെട്ട കുട്ടമ്പുഴ എന്ന വില്ലേജ് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലേക്ക് ലയിപ്പിച്ചു. അങ്ങനെ എറണാകുളം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി. എന്നാൽ കാലക്രമേണ ഭരണ സൗകര്യത്തിനു വേണ്ടി എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുത്തിയ കുട്ടമ്പുഴ വില്ലേജിൽപ്പെട്ട ഏകദേശം 12,718 ഹെക്ടറോളം ഭൂമി ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തു. അങ്ങനെ വീണ്ടും ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായി. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരവും വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡുമാണ്. 1984 മെയ് 24 കാസർഗോഡ് ജില്ല രൂപീകൃതമായത്. അപ്പോൾ ഏറ്റവും അവസാനം രൂപീകരിച്ച ജില്ല കാസർഗോഡ് ആണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരം താലൂക്കും തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകരയുമാണ്. അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരവും തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാലയുമാണ്. ഇനി കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ആയി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ എന്നാണ്. അതുപോലെ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. കാഷ്യൂ ഫിസ്റ്റുല എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. കർണികാരം എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. കണിക്കൊന്ന പുഷ്പത്തെ കർണികാരം എന്ന് വിളിക്കാറുണ്ട്. വിഷുവിന് കണി കാണുന്നതിനൊക്കെ ഉപയോഗിക്കുന്നത് കണിക്കൊന്നയാണ്. അതുകൊണ്ട് തന്നെയാണ് കണിക്കൊന്ന എന്ന പേര് വന്നിരിക്കുന്നത്. അതുപോലെ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. അതുപോലെ കേരളത്തിന് ഒരു ഔദ്യോഗിക മത്സ്യം ഉണ്ട്, കരിമീനാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുര എന്നാണ്. കരിമീനിനെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി അംഗീകരിച്ചത് 2010 ആണ്. ഇതോടുകൂടി കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ 2ാം ഭാഗം അവസാനിക്കുന്നു. ഇനി കേരളത്തെക്കുറിച്ച് വിശദമായി പല ടോപ്പിക്കുകളും പഠിക്കാനുണ്ട്, ജില്ലകളെക്കുറിച്ചുമൊക്കെ പഠിക്കാനുണ്ട്.
അത് തുടർന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.